കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മളെല്ലാരും കൂടി ഒരു കല്യാണം കൂടാൻ പോകും. അതിന്റെ ഒരുക്കത്തിലാണ് ഇവരൊക്കെ. അതിന്റെ ഇടയിൽ ഒരുത്തം വന്ന് ചോദിക്കുകയാണ്, കേട്ടില്ലേ, അവന് ഇതുവരെ കല്യാണത്തിന് പോകാൻ ഷർട്ട് റെഡി ആയിട്ടില്ല. അത് തിരഞ്ഞെടുക്കാണ് അവൻ. വേറൊരാളാണെങ്കിൽ വണ്ടിയിലൂടെ എന്തൊക്കെയാ കിട്ടി കണ്ടില്ലേ, ഭ്രാന്തായി തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം രണ്ടാളും വണ്ടി പുറത്തേക്ക് ആക്കി. നല്ല വെയിലായതുകൊണ്ട് അപ്പൊ തന്നെ രണ്ടാളും മരത്തിന്റെ അടിക്കാക്കി. ഒരാളാണെങ്കിൽ അപ്പുറത്തെ മരത്തിന്റെ അടിയിലും. പിന്നെ നമ്മൾ മണ്ടത്തേക്ക് പോകാൻ വണ്ടിയിൽ കയറി തുറമുള്ളൂ. സീറ്റാണെങ്കിൽ നല്ല ചൂട്, മൂട് കരിഞ്ഞു പോയി തോന്നുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് വെടച്ചാ വിട്ടു നേരെ മണ്ടാവത്തേക്ക്. എല്ലാവരും വന്ന് നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയി. എന്താ ബാക്കി ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, അതെടുത്ത് നേരെ കുടിച്ചിട്ട് നേരെ മണ്ഡപത്തിൽ വെളിയിൽ കയറി. പിന്നെ അതിനുള്ളിൽ കയറിയപ്പോൾ കല്യാണത്തിന് സ്റ്റേജിൽ കയറാൻ പോണതുകൊണ്ട് അവിടെ നല്ല തിരക്ക്. അങ്ങോട്ട് നമ്മൾ നേരെ മണ്ഡപത്തിന്റെ മേലെ കയറിയിരുന്നു. പെണ്ണിനെ ചെക്കന്റെ കൈ പിടിച്ചേൽപ്പിച്ചത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡാണ് മെയിൻ. ഓടിച്ചാടി കയറി ഇരിക്കാൻ പറഞ്ഞാ പോയി. അവിടെയാണെങ്കിലും നല്ല തിരക്ക്. കുറച്ചേരം അവിടെ ആയിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ കുത്തിത്തിരിക്കാൻ അതിന്റെ ഉള്ളിൽ കയറി. അവിടെ പോയപ്പോൾ നമ്മൾ ഒരുത്തം ചാമ്പി കണ്ടില്ലേ. മെല്ലെ നമ്മളൊന്നും കൂട്ടാണ്ട് ഗ്യാപ്പ് നോക്കി പോയിരുന്നു അവർ. പിന്നെ നമ്മളും പോയിരുന്നു ഒരു ഗ്യാപ്പ് നോക്കി. അപ്പൊ തന്നെ അവര് പാത്രം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അവർ അച്ചാറിട്ട് കച്ചമ്പറിട്ട് അപ്പൊ ചോറ് വന്നു. പിന്നെ നമ്മൾ നമ്മുടെ പണി തുടങ്ങി. അവരെ ചോറിട്ട് നമ്മളങ്ങോട്ട് കാലാക്കി കൊടുത്തു. പാത്രം കൊണ്ട് വൃത്തിയാക്കി കൊടുത്തു. നമ്മൾ ഇതാ നിൽക്കുന്ന നമ്മുടെ ചാമ്പ്യൻ. ഇവൻ ചോറും കഴിച്ച് കൈ കഴുകിയെന്ന് നമ്മുടെ ബാക്കിൽ നിന്നു. നമ്മൾ നേരെ എണിച്ച് കൈ കഴുകാൻ പോയി നേരെ മണ്ഡപത്തിന് സൈഡിൽ പോയിരുന്നു. അവിടെ പോയിരുന്നിട്ട് അവന് വേറെ വിഷമം. ഐസ്ക്രീം കിട്ടാത്തതിന് വിഷമിച്ചിട്ടിരിക്കണം അവൻ. ആ വിഷമം തീർക്കാൻ നമ്മൾ നേരെ പുറത്തേക്ക് ഒരു 10-15 ഫോട്ടോ അങ്ങോട്ട് പഠിച്ചു. ഫോട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ കിട്ടും. അപ്പോൾ ഓക്കെ കേസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.